സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത എത്ര പേരുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ? വളരെ കുറവായിരിക്കും. ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ അക്കൗണ്ട് ഉണ്ടാവും നമുക്ക്. പലപ്പോഴും നമ്മളിൽ പലർക്കും ഒന്നിലധികം അക്കൗണ്ടുകൾ ഉണ്ടാവും, ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടാവും. പക്ഷേ എത്ര പേരെ നിങ്ങൾക്ക് നോമിനിയായിട്ട് ചേർക്കാൻ പറ്റും? ഒരൊറ്റ ആൾ മാത്രമേ നിലവിലുള്ള ബാങ്കിങ് നിയമം അനുസരിച്ച് നോമിനിയായിട്ട് ചേർക്കാൻ പറ്റൂ. അതിന് മാറ്റം വരാൻ പോവുകയാണ്. ബാങ്കിങ് ലോ അമെൻഡ്മെൻറ്റ് ബില്ല് ഓൾറെഡി ലോക്സഭയിൽ പാസ്സായി. ഇനി രാഷ്ട്രപതിയുടെ ഒപ്പ് മാത്രമാണ് ബാക്കിയുള്ളത്. വൈകാതെ അത് നിയമമായിട്ട് പ്രാബല്യത്തിൽ വരും. ആ നിയമപ്രകാരം നിങ്ങൾക്ക് 4 പേരെ ഇനി നോമിനിയായിട്ട് ചേർക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു ഭേദഗതി കൊണ്ടുവരാനുള്ള പ്രധാന കാരണം 2024-25 കണക്ക് മാത്രം ഞാൻ പറയുകയാണ്. 2024 ഡിസംബർ വരെയുള്ള കണക്കുകൾ പറയുന്നത് 46,000 കോടിയുടെ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റുകൾ ബാങ്കുകളിലുണ്ട് എന്നാണ്. അതായത് അക്കൗണ്ട് ഹോൾഡർ മരണപ്പെടുമ്പോൾ അക്കൗണ്ടിലുള്ള പണം പിൻവലിക്കാനും അല്ലെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ ഉള്ള പിന്നീടുള്ള അധികാരം നോമിനിക്കാണ്. ഒരുപക്ഷെ നോമിനി മരണപ്പെട്ടിട്ടുണ്ടാകും, ഒരൊറ്റ നോമിനി മാത്രമേ ഉള്ളൂ. അയാൾ മരണപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ പലപ്പോഴും സംഭവിക്കുന്നത് ഭാര്യയായിരിക്കും നോമിനേറ്റ് ചെയ്തിരിക്കുക. ചിലപ്പോൾ അവർ ഡൈവോഴ്സ് ആയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഭാര്യ മരണപ്പെട്ടിട്ടുണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ടെക്നിക്കൽ ഇഷ്യൂ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ പുതിയ നിയമം പറയുന്നത് 4 പേരെ വരെ നിങ്ങൾക്ക് നോമിനിയായിട്ട് ചേർക്കാവുന്നതാണ്. ഏതായാലും ഇത്തരത്തിലുള്ളൊരു ഭേദഗതി ബാങ്കിങ് നിയമത്തിൽ വരാൻ പോവുകയാണ്.